ഹായ് ഫ്രണ്ട്സ്, ഈസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നിയ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു കെയർ വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമല്ല. നല്ല വിഷമത്തോടെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, എൻ്റെ റോസുകളെല്ലാം പോയി മക്കളെ, എൻ്റെ റോസെല്ലാം പോയി. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം എത്രത്തോളം കെയർ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ റോസുകളെല്ലാം വളർത്തിക്കൊണ്ട് വന്നിരുന്നതെന്ന്. അതിനകത്തുണ്ടായിരുന്ന പൂക്കൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതും ഇപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത്. ഈ റോസിനകത്ത് ഉള്ള പൂക്കളൊക്കെ നോക്കുക നിങ്ങൾ, എന്താ ആരോഗ്യത്തോടെ കിളിച്ചിരുന്ന പൂക്കളും ചെടികളൊക്കെ ആയിരുന്നു എന്നറിയുമോ. അപ്പോൾ ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കുറേ പേർക്കെങ്കിലും ഇതിനകത്ത് വിശ്വാസം കാണുമായിരിക്കും. എനിക്ക് വിശ്വാസം എന്നല്ല, എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനിതിൽ വിശ്വസിച്ച് പോയത്. മറ്റൊന്നുമല്ല, കണ്ണേർ എന്ന് പറയുന്നത് ചിലരെങ്കിലും കേൾക്കുമ്പോൾ പറയും ഇത് അന്ധവിശ്വാസമാണെന്നൊക്കെ. അതാ നോക്ക്, ഈ രീതിക്ക് നിന്ന റോസുകളാണ്, ഇതേപോലെ പൂത്ത് നിന്നിരുന്ന റോസുകളാണ്. ഞങ്ങളുടെ അടുത്തൊരാളുണ്ട്, ഒരു നെയ്ബറാണ്. പുള്ളിക്കാരി കുറേ കാലമായി ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ വന്നിട്ട്. പക്ഷേ ഒരു ദിവസം വന്ന് കയറി, അടിപൊളിയായിട്ട് പൂത്തൊക്കെ നിൽക്കുന്നല്ലോ, എന്ത് രസമുണ്ട് നിൽക്കുന്നത്, നല്ല നല്ല ചെടിയാണല്ലോ, ഇത് എവിടുന്നാണ് വാങ്ങിച്ച്, അങ്ങനെ ഇങ്ങനെ അതിൻ്റെ വിശേഷം മൊത്തം തിരക്കി. ജസ്റ്റ് നോക്കി, നല്ല രീതിക്കൊന്ന് നോക്കിയിട്ടൊക്കെ അങ്ങോട്ട് പോയി ആൾ പോയി. പിറ്റേ ദിവസം ഈ ഇല ചുരുട്ടിപ്പുഴു കയറി കേട്ടോ. ഈ ഇല ചുരുട്ടിപ്പുഴു കയറി. ഞങ്ങൾ വിചാരിച്ചു കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അതിനെ ആ ഇല ചുരുട്ടിയല്ലേ, അതങ്ങ് കളഞ്ഞ്, അത് നശിപ്പിച്ച് കളഞ്ഞ്, കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, ഒരു കാരണവും ഇല്ലാതെ തന്നെ ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി, ചെടി മൊത്തത്തിൽ വാടാൻ തുടങ്ങി, ഒരുമാതിരി വാടി നിൽക്കുമായിരുന്നു. ഒരു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പിന്നെ ഇലയൊക്കെ കുറേയൊക്കെ ചുരുണ്ടു പോകാൻ തുടങ്ങി. അപ്പോൾ വിചാരിച്ച ട്രിപ്പിൻ്റെ അറ്റാക്ക് ആയിരിക്കും എന്ന് കരുതി എക്സഡസൊക്കെ അടിച്ചു കൊടുത്ത് നോക്കി. ഒരു രക്ഷയില്ല, ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പോൾ എൻ്റെ റോസിൻ്റെ അവസ്ഥ കണ്ടോ, ഈ രീതിക്ക് നിൽക്കുകയാണ്. അതേപോലെ പൂത്ത് നിന്നിരുന്ന റോസുകളെല്ലാം ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. കണ്ടാ, വൈറ്റ് റോസാണ് ഈ നിൽക്കുന്നത്. അതിൻ്റെ അവസ്ഥ കണ്ടാൽ അത് പൂത്ത് നിന്നിരുന്ന കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. കാരണം അതുപോലെ അതിനകത്ത് പൂവുണ്ടായിരുന്നതാണ്. ആ പൂത്ത് നിന്നിരുന്നതിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്. വെറും കമ്പ് മാത്രമാണ് കേട്ടോ, ഒരു ഇതുമില്ല. ഇതിന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കി, ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല, ഒരു ഡെവലപ്മെൻറ്റും ഇല്ല. അതാ നിൽക്കുന്ന നിപ്പ് കണ്ടിട്ട്. ആ മുട്ടൊക്കെ ആണെങ്കിൽ തീരെ ശോഷിച്ചു പോയി, കുഞ്ഞു മുട്ടുകളാണ്. അവസാനം പ്രൂൺ ചെയ്ത് ഇങ്ങനെ നിർത്തി നോക്കി, ഒരു മാറ്റവും ഇല്ലാണ്ട് ഇങ്ങനെ തന്നെ നിൽക്കുക. എനിക്കിതുപോലെ സങ്കടമില്ല. അപ്പോൾ ഇതിലൊക്കെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ അനുഭവം കൊണ്ടുണ്ടാകുന്ന വിശ്വാസങ്ങളാണ് കേട്ടോ. എനിക്കിതിലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നതല്ല. പക്ഷേ അനുഭവം കൊണ്ട്, ഇപ്പോൾ പല അനുഭവം കൊണ്ട് വിശ്വസിച്ച് പോകുന്നതാണ് നമ്മൾ. എന്തായാലും ശരി, ഇതുപോലെ നിന്ന വെള്ള റോസൊക്കെ ഇപ്പോൾ കമ്പ് മാത്രമേ ഉള്ളൂ. ഈ ചുവന്ന റോസൊക്കെ കമ്പ് മാത്രമേ ഉള്ളൂ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം എൻ്റെ സന്തോഷങ്ങളെല്ലാം ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ള വളപ്രയോഗങ്ങളും കാര്യങ്ങളും എല്ലാം അതിനകത്ത് റിസൾട്ട് കിട്ടുമ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുമ്പോഴും എല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കാറുണ്ട്, വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കുണ്ടായ ആ ഒരു സങ്കടം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇതെല്ലാം കളയുക എന്നുള്ളതേ ഉള്ളൂ. ഈ റോസെല്ലാം കളഞ്ഞിട്ട് ഇനി കുറച്ച് പുതിയ റോസുകൾ നമ്മൾ വാങ്ങിച്ച് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇനിയില്ല. കാരണം അതിൽ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തതാണ്, ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. അപ്പം നിങ്ങൾക്ക് വിശ്വാസമുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇത് ഇപ്പം അനുഭവമുള്ളവർ ഉണ്ടായിരിക്കാം, ഈ രീതിയിലൊക്കെ അനുഭവമുള്ളവരുണ്ടായിരിക്കാം. അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് അറിയാമായിരിക്കുമല്ലോ. പിന്നെ അവർ മനഃപൂർവ്വം പറയുന്നതായിരിക്കണമെന്നില്ല, അവർ പറയുന്നത് അങ്ങ് പറ്റി പോകുന്നതാണ്. അവർക്ക് പോലും അറിയണമെന്നില്ല അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളത്, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അവർക്ക് തന്നെ അറിയണമെന്നില്ല. അപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരുടെ മുമ്പിൽ നിന്ന് നിങ്ങൾ കഴിവതും ഈ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെക്കാൻ നോക്കുക കേട്ടോ. ഇങ്ങനെയുള്ളവരെ കാണുമ്പോഴോ, ഇങ്ങനെയുള്ളവരൊക്കെ വരുന്നു എന്ന് കാണുമ്പോഴോ ഇതൊക്കെ ഒന്ന് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അങ്ങ് മാറ്റി വെച്ചേക്കണം കേട്ടോ. കണ്ണിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക മാക്സിമം. മാനസികമായിട്ട് വിഷമം ഉണ്ടെങ്കിൽ പോലും തളർന്നു പോകത്തില്ല. എന്തായാലും നമുക്കിനി കുറച്ച് പുതിയ ചെടികൾ ഓർഡർ ചെയ്യണം, റോസുകൾ കുറേ കൂടി ഓർഡർ ചെയ്യണം. അതെന്തായാലും വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിനെ ഒന്ന് കെയർ ചെയ്തെടുക്കണം. അന്നേരം ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്.
ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.